കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കോമഡി എൻ്റർടൈനറാണ്. നല്ല കോമഡിക്ക് വേണ്ടിയിട്ട് ചെയ്താണെങ്കിൽ പോലും ഒരു വലിയ വിഷയം ഇതിനകത്തുണ്ട്. അതായത് ഇന്ന് നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന ഒരു ഘടകമാണ് മയക്കുമരുന്ന്. ആ മയക്കുമരുന്നിനെതിരെ ഒരു നല്ല മെസ്സേജ് കൊടുക്കാനായിട്ട് ഈ സിനിമയിലൂടെ സാധിച്ചിട്ടുണ്ട്. കോളേജിലെ എല്ലാവരും അഭിനയത്തിലൊക്കെ ഒരു നന്നായിട്ട് ചിരിപ്പിക്കാനുള്ള സബ്ജക്റ്റുകളൊക്കെ ഉണ്ട്. പ്രേംകുമാറിനെ സാറിനെ കുറച്ച് നാളത്തിന് ശേഷം ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ ആർട്ടിസ്റ്റുകളുള്ള മഞ്ജു പിള്ള അവരങ്ങനെ എല്ലാവരും നമുക്ക് പരിചയമുള്ള ആർട്ടിസ്റ്റുകൾ വലിയ തെറ്റില്ലാതെ കണ്ടൊരു എൻ്റർടൈൻമെൻറ്റാണ്. കൊള്ളായിരുന്നു. ഫുൾ ഓൺ കോമഡി. പിന്നെ കോമഡിയൊക്കെ നൈസാണ്. കുറച്ച് നാൾ മുന്നേ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനും എനിക്കിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കാണുമ്പോൾ എത്രയും മെമ്മറീസ് അന്നത്തെ ഇങ്ങനെ വന്നു. രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കണ്ടോ? പടം കണ്ടോ? ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി പടം കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഫാമിലിക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ചിരിക്കാൻ പറ്റിയൊരു ഉഗ്രൻ ക്രിസ്മസ് ട്രീറ്റാണ് നമ്മുടെ അടിനാശം വെള്ളപ്പൊക്കം. എല്ലാവരും പോയി കാണാം. ഓക്കെ, ആദ്യത്തെ മൂവിയാണ് അടിനാശം വെള്ളപ്പൊക്കം. നന്നായി ചെയ്തിട്ടുണ്ട്. ചിരിക്കാൻ പറ്റിയ കോമഡി ഫാമിലിക്കൊക്കെ വന്ന് കണ്ട് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഉള്ളൊരു പടമാണ്. എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ വിനേഷൊക്കെ നല്ലൊരു എന്താ പറയുക ചിരി തന്നെയായിരുന്നു എല്ലാവരും തിയേറ്ററിൻ്റെ ഉള്ളിൽ. അടിപൊളി പടം. താങ്ക് യു. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഓൾറെഡി ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ എന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ സിനിമ എന്തായാലും ഉടനെ തന്നെ അനൗൺസ് ചെയ്യും. അപ്പം അത്യാവശ്യം നമുക്ക് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ്. മനോജ് സാറിൻ്റെയാണ്. അതൊരു വൈബ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അവരോട് വർക്ക് ചെയ്യാൻ. നമ്മൾ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു സെറ്റിലൊക്കെ ആണെങ്കിലും. അപ്പോൾ അത് നമുക്ക് സ്ക്രീനിലാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റിയത് സന്തോഷമുണ്ട്. പിന്നെ എല്ലാം ഡയറക്ടറിൻ്റെ തോട്ടാണ്. സന്തോഷം. ഈ അവസരം തന്നതിന് സന്തോഷം. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൈൻചേട്ടനെ ഈ വെളിയിൽ പറഞ്ഞ് വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞു വെച്ചേക്കാണ്. ഷൈൻചേട്ടൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ക്യാരക്ടർ ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. ഞങ്ങളൊരു അനിയന്മാരെ പോലെ കൊണ്ടു നടന്ന പുള്ളി ഇത് ഈ റോളിനകത്ത് ചെയ്യിപ്പിച്ചത്. ഇപ്പോൾ 40 ദിവസം പുള്ളിയോട് അഭിനയിച്ചത് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ്. മുന്നോട്ട് എന്ത് ലഭിച്ചാലും ഷൈൻചേട്ടനോട് അഭിനയിച്ചത് മറക്കാൻ പറ്റത്തില്ല. അത്രയും വലിയ എക്സ്പീരിയൻസാണ്. താങ്ക് യു ഷൈൻചേട്ടാ, കാണുന്നുണ്ടെങ്കിൽ. അതെ, അതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി 2017 വർഗീസ് കപ്പ്യാൻ്റെ ഡയറക്ടർ എഴുതിയ സ്ക്രിപ്റ്റാണ്. അന്ന് ഇതിന് വലിയ ചർച്ച നമ്മുടെ ക്യാമ്പസുകളില്ലാത്തതുകൊണ്ടാണ് ഹോൾഡ് ചെയ്ത് വെച്ചത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ക്യാമ്പസുകളിലെല്ലാം ഇപ്പം ഡ്രഗ്സ് ഒരു വലിയ വിഷയമാണ്. അപ്പോൾ അതുമായിട്ട് സംഭവിക്കുന്ന ഒരു 4 ചെറുപ്പക്കാരുടെ കാര്യമായിട്ട് കഥയാണ്. അവർ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരിടത്തും സിനിമയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നൊന്നും ചെയ്തിട്ടില്ല. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അതിനെ ഒരു രീതിയിലും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല.